നമസ്കാരം. പശ്ചിമ ബംഗാളിലെ കിഴക്കൻ മഡ്നാപൂർ ജില്ലയിലെ മഹിഷാദലിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ ബിജെപി നേതാക്കൾ വെട്ടിക്കൊന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും പാർട്ടിയുടെ യുവജന വിഭാഗം ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് മൊഹിബുൾ ആണ് ഇപ്പോൾ വെട്ടേറ്റ് മരിച്ചിരിക്കുന്നത്. TMCയുടെ പരാതിയിന്മേൽ 5 ബിജെപി പ്രവർത്തകരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നന്ദിഗ്രാമിൽ രതിബാല എന്നുള്ള ബിജെപി നേതാവിനെ, വനിതാ നേതാവിനെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വെട്ടി കൊലപ്പെടുത്തിയത്. ഇതിനുള്ള പ്രതികാര കൊലപാതകമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. വെള്ളിയാഴ്ച രാത്രിയിൽ പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഷെയ്ഖ് മൊഹിബുൾ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. ഈ സമയത്താണ് ചില ബിജെപി പ്രവർത്തകരുമായി കാര്യമായ വാക്കേറ്റം ഉണ്ടായത്. പിന്നീട് ഈ വാക്കേറ്റം വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് TMC നേതാവിനെ ബിജെപിയുടെ പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിൽ കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. അതേസമയം തന്നെ ജില്ലയിൽ, പ്രത്യേകിച്ചും നന്ദിഗ്രാമിൽ സർക്കാർ സ്പോൺസേഡ് അക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് താലൂക്കിലെ ബിജെപി സ്ഥാനാർത്ഥിയായ അഭിജിത് ഗംഗോപാധ്യ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ തൃണമൂൽ കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ ഇപ്പോൾ 2 രാഷ്ട്രീയ കൊലപാതകങ്ങളിലാണ് കലാശിച്ചിരിക്കുന്നത്. ആദ്യം ബിജെപിയുടെ വനിതാ നേതാവ് വെട്ടേറ്റ് മരിക്കുന്നു. അതിനുള്ള മറുപടി എന്നാണ് ബിജെപിയുടെ പ്രവർത്തകർ ഇപ്പോഴിതാ തൃണമൂൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗം ജില്ലാ വൈസ് പ്രസിഡന്റിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.